ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. സാമ്പാറിന് ഞാൻ സാമ്പാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അത് മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. ഇനി സാമ്പാറിന് വേണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. സബോള, വഴുതനങ്ങ, തക്കാളി, നമ്മുടെ കയ്യിലുള്ള എല്ലാ കഷ്ണങ്ങളും എടുക്കാം കേട്ടോ. കായ, ചേന, മത്തങ്ങ, വെണ്ടക്കായ, പടവലങ്ങ, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, കുമ്പളങ്ങ, വെളുത്തുള്ളി ഞാൻ ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട്, പച്ചമുളക്, കുറച്ച് കായം. ഇനി നമുക്ക് പരിപ്പ് ഇട്ടാം. 1/2 ഗ്ലാസ് പരിപ്പാണ്, കഴുകി വാരിയെടുത്തതാണ്. അതിലേക്ക് നമുക്കിനി ഒരു സബോള അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി കൂടുതലിടുന്നത് ഗ്യാസിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്കാണ് നല്ലതാണ്, അത് കാരണം വെളുത്തുള്ളി കൂടുതലിടണേ. പച്ചമുളക്, കായം, അതും എൻ്റെ സാമ്പാറിൽ സ്പെഷ്യലാണ്. കായത്തിൽ കൂടുതൽ നിൽക്കും. ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ കേൾക്കണ വരെ വയ്ക്കുക. 5 വിസിൽ കേട്ടു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മൾക്ക് കഷ്ണങ്ങളിടാൻ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ മാത്രം ഇടില്ല നമ്മൾ, ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഞാൻ മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല കേട്ടോ. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം വാങ്ങിക്കാൻ പോയി കടയിൽ മുരിങ്ങക്കായ ഉണ്ടായിരുന്നില്ല. അത് കാരണം മുരിങ്ങക്കായ ഇല്ലാണ്ടാണ് ഞാൻ വെക്കുന്നത്. എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കണ്ട, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. പാകത്തിന് ഉപ്പിടാം. ആദ്യം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക. അവരാരുടെ പുളി അനുസരിച്ച് പുളി ഇട്ടാൽ, കോൽപ്പുളിയാണ് ഞാൻ ഇട്ടേക്കണത്. അവരാരുടെ പുളി അനുസരിച്ച് ചെയ്തോളൂ. എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. കണ്ട, ഒരു വിസിൽ കേട്ടു. ഒന്ന് ഇളക്കി നോക്കുക. കണ്ട, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ടല്ലോ, ഇപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചാലും മതി. ആ സാമ്പാർ പൊടി ഇത്തിരി വെള്ളമൊഴിച്ച് കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട, ഈ സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞ് ഒരു തിളയ്ക്കുമ്പോൾ തന്നെ ഈ സാമ്പാറിന് നല്ല കുറുകുറുന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണേ. എന്നിട്ട് ആ വെണ്ടക്കായ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ, ആ വെണ്ടക്കായ ഒന്ന് വാട്ടിയിട്ട് സാമ്പാറിലേക്ക് ഇടാം. അപ്പോൾ സാമ്പാറിൽ ആ തിളയ്ക്കണോടുകൂടി വെണ്ടക്കായ വേവും, ഉടഞ്ഞു പോവില്ല. വേണ്ട, ഇത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് സാമ്പാർ താളിക്കാം. സാമ്പാർ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ സാമ്പാറിനൊക്കെ നമ്മൾ താളിക്കാൻ ഉപയോഗിക്കുക. എല്ലാം താളിക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉലുവ കരിയാൻ പാടില്ല. ഉലുവ ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ നോക്കണം കേട്ടോ. കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പായിരിക്കും, പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി 2 വെളുത്തുള്ളിയും ഒരു 3 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അതിൽ കൂടെ തന്നെ വറ്റൽമുളക് 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്ത് വരണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മൂത്തുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഓഫ് ചെയ്യും. ഇത് ഓഫ് ചെയ്തിട്ട് ഇത്തിരി സാമ്പാർ പൊടി വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഈ ഓഫ് ചെയ്ത് ചട്ടി ചൂടായി കിടക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള സാമ്പാറായിരിക്കും. നല്ല കുറുന്നുള്ള സാമ്പാർ കിട്ടും.
ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ഇത്തിരി ചാറൊഴിച്ച് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് അടച്ച് മൂടി വെച്ചാൽ മതി. പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ട സാമ്പാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. ഈ സാമ്പാർ കുറുകുറുന്നായിരിക്കും. ആ സാമ്പാർ പൊടിയിൽ നമ്മൾ ഉഴുന്നും കടലപ്പരിപ്പും ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം നല്ല കുറുകുറുന്നുള്ള സാമ്പാറായിരിക്കും. എല്ലാവർക്കും എൻ്റെ സാമ്പാർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല സാമ്പാറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.